ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. പാപിയമെന്നെ നേടുവതേശു കാൽവരിയിൽ തന്റെ ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 98-ാം സങ്കീർത്തനം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ വലങ്കയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണെ തന്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തന്റെ ദയയും വിശ്വസ്തതയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അർദികളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു. സകല ഭൂവാസികളും ആയുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. പൊട്ടി ഘോഷിച്ച് കീർത്തനം ചെയ്യുവിൻ. കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ. കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ. കാഹളങ്ങളോടും തൂര്യനാദത്തോടു കൂടെ രാജാവായ യഹോവയുടെ സന്നിധിയിൽ ഘോഷിപ്പിൻ. സമുദ്രവും അതിന്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ. പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ. പർവ്വതങ്ങൾ ഒരുപോലെ യഹോവയുടെ മുൻപാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും വിധിക്കും. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യന്റെ എല്ലാ പ്രശ്നത്തിനും കാരണം അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ് എന്ന് വിശുദ്ധ വേദഭാഗത്തിൽ നിന്നും കാണുന്നു. എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം ദൈവപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് നാം അടുത്തു ചെല്ലുന്നത് തന്നെ എന്ന് സങ്കീർത്തനം 73-28 കാണുന്നു. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതം ആക്കിയിരിക്കുന്നു എന്ന് എബ്രായർ 7:25. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് കാണുന്നു. യാക്കോബ് 4:8 ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ എന്ന് കാണുന്നു. 1 പത്രോസ് 3:18 ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. മത്തായി 15:8. ഈ ജഡം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു എന്ന് കാണുന്നു. ഹല്ലേലൂയ. പ്രിയരെ,
നമുക്കൊരു ദിനം കൂടി ദാനം ചെയ്ത ദൈവത്തിന് നമുക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനായിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ. ഇതുവരെ നമുക്ക് ലഭിച്ചവയൊന്നും എല്ലാവർക്കും കിട്ടിയതുപോലെ കിട്ടിയവയല്ല. അതിന് പിന്നിൽ നമ്മുടെ യേശു കർത്താവിൻ്റെ ഇടപെടൽ മാത്രം ആയിരുന്നു. നിന്റെ കഴിവൊന്നും അതിൽ പറയാനില്ല. കർത്താവിനെ നീ അനുസരിപ്പാൻ തുടങ്ങിയപ്പോൾ അർഹതയില്ലെങ്കിലും യേശു കർത്താവ് നിനക്ക് നൽകിയതാണ് ഇന്ന് കാണുന്ന എല്ലാ നന്മകളും. നീ അനുസരണക്കേട് കാണിച്ചാൽ ഇതൊക്കെ തിരികെ വാങ്ങാനും ദൈവത്തിന് അവകാശം ഉണ്ട്. എന്നാൽ നീ അനുസരണക്കേട് കാണിക്കുമ്പോൾ ദൈവം ഉടൻ തന്നെ നിനക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഉറപ്പായും ദൈവം നിന്നെ ഇനിയും മാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അവിടുത്തെ നന്മകളിൽ നിന്ന് വീണു പോകാനല്ല, പകരം ഇനിയും അധികം നന്മകൾ നീ പ്രാപിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് വരുന്ന മുന്നറിയിപ്പുകൾ നീ നിന്റെ വഴി നേരെയാക്കുവാനും അവിടുത്തെ മഹത്വത്തിനായി നിന്നെ മാനിക്കുവാനും വേണ്ടിയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:6 കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ എന്ന് തിരുവചനത്തിൽ കാണുന്നു. പ്രിയരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ബാലശിക്ഷകൾ തന്ന് ദൈവത്തോട് അടുപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് പറ്റിയിരിക്കുന്നത് നമുക്ക് നല്ലത്. ദൈവത്തെ പിരിഞ്ഞ് നമ്മുടെ യേശു കർത്താവിനെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ആമേൻ. സകലതും ദൈവം തന്ന ദാനം മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഭയത്തോടെ വിറയലോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, അങ്ങ് തന്ന സകല നന്മകൾക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല കർത്താവേ. സകല നന്മകൾക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അതാ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ശാന്തതയും സമാധാനവും സ്വസ്ഥതയും നൽകണം കർത്താവേ. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ സമാധാനത്താൽ സകല വ്യക്തികളും നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവേ. സൗഖ്യവും മൃദുലാശ്വാസവും സമാധാനവും ഹല്ലേലൂയ, ആമേൻ, ഓരോ വ്യക്തികൾക്കും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കും. ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ സകല ജനത്തെയും അങ്ങ് സഹായിക്കണം. ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കെ നമ്മെ ശുദ്ധീകരിക്കുന്ന വചനം പോലെ യേശുവിൻ്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണമേ. ദൈവത്തിൻ്റെ കൽപ്പനകളായ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വിശുദ്ധി, വേർപാട്, അപ്പനുറുക്കൽ, കൂട്ടായ്മ, ആചരണം, ഹല്ലേലൂയ, മറ്റുള്ളവരോട് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ സാക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ളതായ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം കർത്താവേ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സഹായിക്കണം. എല്ലാവരും നിത്യജീവനിൽ കാണുവാൻ അങ്ങ് സഹായിക്കണപ്പ. യേശു കർത്താവിനോട് കൂടെ വസിക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണപ്പ. അനുഗ്രഹിക്കും, മാനിക്കും, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.